നൈഫ്, ഫോർക്ക്. ഇതിൻ്റെ യഥാർത്ഥ യൂസ് കഴിക്കലാണ്. ഇത് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, നിങ്ങൾക്കറിയോ? ഹലോ, നൈഫ് ആൻഡ് ഫോർക്ക് വെസ്റ്റേൺ കുഷീനിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം. നമ്മുടെ നാട്ടിലും നമ്മുടെ ഡൈനിങ് കൾച്ചറിലും എൻട്രി ആയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് സൈൻ ലാംഗ്വേജസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ അതിനർത്ഥം നമ്മൾ കഴിക്കാൻ റെഡിയായി എന്നുള്ളതാണ്. ഇനി കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പോസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാണ് എന്നുള്ളതാണ് ഈ ഒരു വെക്കലിൻ്റെ അർത്ഥം. നമ്മൾ ചിലപ്പോൾ ഒരു സംസാരത്തിന് വേണ്ടിയിട്ടോ ഒന്ന് മാറി നിൽക്കാനോ ഒന്ന് അങ്ങോട്ടോ തിരിയാനോ അല്ലെങ്കിൽ വാട്ടെവർ, ഇതാണ് നമ്മൾ എടുക്കുന്ന പോസ് അല്ലെങ്കിൽ ബ്രേക്ക്. ഇനി നമ്മൾ കഴിക്കൽ തുടങ്ങി അല്ലെങ്കിൽ കഴിച്ച് ഒരു ഡിഷ് നന്നായി കഴിച്ചു, അടുത്ത ഡിഷ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത പ്ലേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കാണിക്കുന്ന സൈനാണ് ഇത്. ഇനി കഴിച്ച ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതിങ്ങനെ ക്രോസ് ആയി വെക്കലാണ്. ഇത് കണ്ടാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെർവ് ചെയ്യാതിരിക്കാൻ വി ആർ ഫിനിഷ്ഡ് എന്ന് കാണിക്കുന്ന സിമ്പിളാണ് ഇത്. ഇങ്ങനെ വെച്ചാൽ വി ഫിനിഷ്ഡ് ഈറ്റിംഗ് അല്ലെങ്കിൽ ഫുഡിങ് എന്ന് വേണമെങ്കിൽ പറയാം.